എസ് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കാര്യം ഇവിടെ പരാതി വേണം, പരാതി ഇല്ലെങ്കിൽ ഒരു തരത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും പറയുന്നു. ആകെ പറഞ്ഞത് കെ എൻ ബാലഗോപാൽ മാത്രമാണ്. അദ്ദേഹത്തെ മന്ത്രി രാജൻ ഇന്ന് തിരുത്തുകയാണ്. എല്ലാ മന്ത്രിമാരും അങ്ങനെ പറയണ്ട എന്ന് പറയുകയുമാണ്. ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കുന്നു, ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എക്സിബിറ്റ്, ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം വാട്സാപ്പ് ചാറ്റ് ഒന്നും വരുമെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഈ പറയുന്ന പോക്സോ കേസ് അട്രാക്ട് ചെയ്യാൻ വകുപ്പുണ്ടെന്ന് സംശയിക്കുന്ന ഭാഗങ്ങളടക്കം കോടതിക്ക് മുന്നിലേക്ക് എത്താൻ വരുമ്പോൾ കോടതിയുടെ ഇടപെടലിൽ നിന്ന് പ്രതീക്ഷയോടെ മലയാള സിനിമാ മേഖല ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീകാന്ത്, ഹാഷ്മി, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് വേണമെങ്കിൽ ഈ പുറത്തുള്ള ആളുകളെ പറ്റിക്കാം ഇങ്ങനെ പറഞ്ഞ്, അതാ വിവിധ സിനിമാ സംഘടനയിലെ ആളുകൾക്കും ഒപ്പം ഈ മന്ത്രിമാർക്കും സർക്കാരിനും ഒക്കെ വേണമെങ്കിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പുറത്തെ സാധാരണക്കാരെ പറ്റിക്കാം. പക്ഷേ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനെ പറ്റിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇന്നലെ തെളിയുകയുണ്ടായത്. കാരണം ഈ കേസെടുത്ത ഘട്ടം മുതൽ കോടതി ചോദിക്കുന്നത്, നിങ്ങൾക്കിതിൽ എന്തുകൊണ്ട് കേസെടുത്തൂടാ, സ്വമേധയാ കേസെടുക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും, ഇതിൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ, ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ തുടങ്ങി എണ്ണം പറഞ്ഞ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും വന്നു. പക്ഷേ AGക്ക്, അഡ്വക്കേറ്റ് ജനറലിന്, അതായത് ഇത്രയധികം സർക്കാർ അഭിഭാഷകരെ കൈകാര്യം ചെയ്യുന്ന പരിണിതപ്രജ്ഞനായ അഡ്വക്കേറ്റ് ജനറലിന് പോലും കൃത്യമായ മറുപടി പറയാനുണ്ടായില്ല. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, കാരണം സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു നയമില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വലിയ അവ്യക്തത സർക്കാരിനും ഈ വിഷയത്തിലുണ്ട്. കോടതിയിൽ അതുകൊണ്ടാണ് അവർക്ക് മറുപടി നൽകാൻ സാധിക്കാതിരുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം ഹാഷ്മി, കാരണം ഈ വിഷയത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ള സർക്കാരിൻ്റെ നിലപാട്, മറ്റ് ഇത്തരത്തിൽ പറയുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് കോടതിയിൽ അവരെന്തുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നില്ല എന്നൊരു ചോദ്യം വരുന്നു. അവർ സ്വമേധയാ കേസെടുക്കുന്നതിന് പരിമിതികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അഴകുഴമ്പൻ നിലപാട് മാത്രമാണ് സ്വീകരിക്കുന്നത്. നീതിപീഠത്തിന് മുന്നിൽ വരുമ്പോൾ കവാത്ത് മറന്ന പോലീസുകാരനെ പോലെയാണ് അവർ നിൽക്കുന്നത്. കാരണം കോടതിയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നില്ല, ഇന്ന കാര്യങ്ങൾ ഉള്ളതിനാൽ ഞങ്ങൾക്ക് കേസെടുക്കുന്നതിന് പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് പകരം പോക്സോ ഉണ്ടെങ്കിൽ എടുക്കാം, സ്വമേധയാ കേസെടുക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ കോടതിയുടെ ചോദ്യങ്ങൾ കൃത്യമായിരുന്നു, കൃത്യമായ മറുപടിയില്ല. ആ വിഷയത്തിന്മേൽ മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 10-ാം തീയതി സെപ്റ്റംബർ 10 വരെ സമയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നല്ലോ നിങ്ങൾക്കിതിൽ കേസെടുക്കാൻ കഴിയുന്ന മൊഴികളില്ല, സാക്ഷിമൊഴികളില്ല, തെളിവുകളില്ല എന്ന്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് ഇങ്ങ് കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ, അതിലെന്തെങ്കിലും തരത്തിലുള്ള നിയമത്തിൻ്റെ പഴുതുകളുണ്ടോ എന്ന് ഞങ്ങൾ നോക്കാം, അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താമല്ലോ. ആ ഒരു നിലപാടിലേക്കാണ് കോടതി പോയിരിക്കുന്നത്. അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു, വനിതാ കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു, വാതുറക്കാത്ത സിനിമാ സംഘടനകളെ കോടതി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് കോടതി വള്ളിപുള്ളി വിസർഗം വിടാതെ പരിശോധിക്കും. പരിശോധിച്ച ശേഷം കോടതി പറയും ഇതിൽ കേസെടുക്കാമോ, അതിനുള്ള പഴുതുണ്ടോ എന്ന്. ഇനിയും സർക്കാരിനോ സിനിമാ സംഘടനകൾക്കോ വനിതാ കമ്മീഷനോ ഒന്നും ഈ വിഷയത്തിൽ ഇത്തരത്തിൽ കേസെടുക്കാൻ കഴിയില്ല, സ്വമേധയാ കേസെടുക്കുന്നതിന് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് ആ വിഷയം, ആ റിപ്പോർട്ട് വിധേയമാകാൻ പോകുന്നു. മാത്രമല്ല കോടതി പറയുന്നു, ഇത് പരിശോധിച്ച ശേഷം ഇതിൽ പറയുന്ന ഗുരുതര വെളിപ്പെടുത്തൽ കേസെടുക്കണമോ അല്ലെങ്കിൽ കേസെടുക്കുന്ന കാര്യം കോടതി പറയാം എന്നുകൂടി ആ വിധിയിൽ പറഞ്ഞു വെക്കുമ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാത്തടത്ത് കോടതി ഇടപെടുന്നു എന്നൊരു പ്രധാന കാര്യമുണ്ട്. മാത്രമല്ല പായ്ച്ചർ നവാസ്, പ്രേക്ഷകർക്കറിയാം, പായ്ച്ചർ നവാസ് എന്ന ആളായിരുന്നു ഹർജിക്കാരൻ. ഈ പായ്ച്ചർ നവാസ് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും വ്യവഹാരങ്ങളും കോടതിയിലേക്ക് പോകുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരം വ്യവഹാരി എന്നൊക്കെ നമ്മൾ മോശമർത്ഥത്തിൽ പറയുന്നു. അല്ലാത്ത ഇത്തരമുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്, പായ്ച്ചർ ഇടപെടാറുണ്ട്, കോടതിക്ക് അറിയുകയും ചെയ്യാം. പായ്ച്ചർ നവാസിൻ്റെ അങ്ങനെ ഒരു സ്ഥിരം വ്യവഹാരിയുടെ ഹർജിയിൽ കോടതി കൃത്യമായി ഇടപെടുകയും അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ അതിനെ കാണുകയും അതിൻ്റെ ഗുരുതര സ്വഭാവത്തിൽ കാണുകയും ചെയ്യുന്നതിനർത്ഥം കോടതിയുടെ മേൽനോട്ടം ഇനി മുതൽ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന സർക്കാരിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്.